പാതിരാത്രി തന്റെ വീട്ടിന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോ എന്റെ വാപ്പയുറങ്ങിയല്ലോ, ഉമ്മയുറങ്ങിയല്ലോ, എന്നെ കാണാൻ ഒരാളില്ലല്ലോ, എന്നെ കേൾക്കാൻ ഒരാളില്ലല്ലോ. പാതിരാത്രി സമയത്തു തന്റെ ബെഡ്റൂമിലേക്ക് കടന്നു ചെന്നിട്ട് മൊബൈൽ ഫോണിന്റെ ഇന്റർനെറ്റ് ഓൺ ചെയ്തിട്ട് തന്റെ രഹസ്യ കാമുകരുമായി പാതിരാത്രി സമയത്ത് സല്ലപിക്കുന്നവരെ, ഹറാമിലൂടെ കടന്നു പോകുന്നവരെ, മൂന്നാർ, ഊട്ടിയിലും കൊടൈക്കനാലിലും ബാംഗ്ലൂരും ഗോവയിലും അടക്കം ഈ സമൂഹത്തിന്റെ യുവത്വമുള്ള പെൺകുടിമാര്, സഹോദരന്മാര് വെക്കേഷൻ ടൂർ സംഘടിപ്പിക്കാറുണ്ടല്ലോ. ഈ ചെറുപ്പക്കാരാ, ഈ നാട് വിട്ടു പോയി കഴിയുമ്പോ പലപ്പോഴും നിന്റെ കൂട്ടുകാര് പറയുമല്ലോ, ഇത് കാസർഗോഡല്ലല്ലോ, ഇത് നമ്മുടെ നാടല്ലല്ലോ, നമ്മളെ കാണാൻ ഒരാളില്ല, നമ്മളെ കേൾക്കാൻ ഒരാളില്ല, ഏതു തെറ്റുകുറ്റങ്ങളിലൂടെ കടന്നു പോയാലും അറിയാൻ ഒരാളില്ല, ഇവിടെ കള്ളു കുടിച്ചാലും വ്യഭിചരിച്ചാലും മോശമായ അവസ്ഥകളിലൂടെ കടന്നു പോയാ നമ്മളെ കാണാൻ ഒരാളില്ല. ഈ ചെറുപ്പക്കാരാ, പാതിരാത്രി സമയത്തിന്റെ മറവില് പടച്ചറപ്പിനെ പോലും മറന്നിട്ട് തെറ്റുകുറ്റങ്ങളിലേക്ക് കടന്നു പോകുന്ന യുവത്വമേ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരികളെ, സഹോദരങ്ങളെ, നിന്റെ രഹസ്യ ജീവിതത്തിൽ പടച്ചറപ്പിനെ നിനക്ക് പേടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഫയജ്അലുഹുല്ലാഹു അസ്സ വജല്ല ഹബാഅൻ മൻസൂറാ. നിന്റെ കർമ്മങ്ങളെ ആകാശത്തുകൂടി അള്ളാഹു ധൂളികളാക്കി പറത്തിവിടുകയാണ്. രഹസ്യ ജീവിതത്തെ സൂക്ഷിക്കണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം